2 ദിവസമായി കോഴിക്കോട് നടന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ സമ്മേളനത്തിന് വർണ്ണാഭമായ സമാപനം. ചടങ്ങിൽ അക്ഷരമുദ്ര പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന രാജ്യത്തെ മലയാളികളുടെ കൂട്ടായ്മയായ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 18ാമത് ദേശീയ സമ്മേളനത്തിനാണ് സമാപനമായത്. പരിപാടിയുടെ ഉദ്ഘാടനവും അക്ഷരമുദ്ര പുരസ്കാര സമർപ്പണവും മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും കോമ്പസ് പോലെ ഒരു കാല് കേരളത്തിൽ കുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് എയിമയിലൂടെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മന്ത്രിയുടെ പാട്ടും പരിപാടിക്ക് മിഴിവേകി. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഐമയുടെ സ്നേഹത്തിന് ശ്രീകുമാരൻ തമ്പിയുടെ സംഗീതത്തിൽ ചാലിച്ച നന്ദി. അവാർഡുകളുടെ മോഹമൊന്നുമില്ല, പക്ഷേ ഈ അവാർഡിൻ്റെ പ്രത്യേകത ഇത് അഖിലേന്ത്യാ മലയാളി അസോസിയേഷൻ തരുന്നതാണ്. അവാർഡിൻ്റെ പേര് അക്ഷരമുദ്ര അവാർഡ് എന്നാണ്. കാരണം അക്ഷരം ആകാശമാണ്, അക്ഷരമില്ലെങ്കിൽ ഞാനില്ല. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. ചടങ്ങിൽ ഐമ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ അധ്യക്ഷനായിരുന്നു. ഈ അക്ഷരമുദ്ര അവാർഡ് ഏത് രീതിയിലും നമുക്ക് ഏതായാലും നമ്മൾ കൊടുത്തതിൽ ഏറ്റവും മുഖ്യമായ ഒരു അവാർഡാണ്. അല്ല, ഏറ്റവും കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ച വ്യക്തിയിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീകുമാരൻ തമ്പി. അതിൽ ഞങ്ങൾ എയിമയും ഞങ്ങളുടെ ഭാരവാഹികളും വളരെ സന്തോഷിക്കുകയാണ്. പരിപാടിക്ക് നടൻ ദിലീപ് ആശംസകൾ നേർന്നു. മലയാള സിനിമ അതിൻ്റെ മുൻപിൽ തമ്പി സാറിൻ്റെ പേര് എന്നും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണത്. കാരണം നമ്മൾ മലയാളികളുടെ അഭിമാനമാണ് തമ്പി സാർ. NK പ്രേമചന്ദ്രൻ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. 24 കോഴിക്കോട്.